സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറങ്കോണം കുര്യൻസ് ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചിരിക്കും. കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർമാരെ സ്വാധീനിക്കാൻ ലഹരി ഒഴുകിയെത്തുന്നത് തടയാൻ എക്സൈസ് കർശന പരിശോധന ശക്തമാക്കി. തലപ്പള്ളി ഉൾപ്പെടെയുള്ള താലൂക്കുകൾ നിരീക്ഷണത്തിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർമാരെ സ്വാധീനിക്കാൻ ലഹരിയെത്തുന്നത് തടയാൻ താലൂക്ക് തലത്തിൽ എക്സൈസ് പരിശോധന ശക്തമാക്കി. തലപ്പള്ളി താലൂക്കിലെ വടക്കാഞ്ചേരി, ചേലക്കര, പഴയന്നൂർ മേഖലകൾ പ്രത്യേക നിരീക്ഷണത്തിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർമാരെ സ്വാധീനിക്കാൻ ലഹരി ഒഴുകിയെത്തുന്ന സാഹചര്യം തടയുന്നതിനായി സംസ്ഥാനത്തുടനീളം എക്സൈസ് വകുപ്പിന്റെ പ്രത്യേക പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്തെ ഡ്രൈ ഡേ ദിനങ്ങളിൽ കരിഞ്ചന്തയിൽ മദ്യം വിൽക്കുന്നതും ലഹരിയുടെ ഉപയോഗവും കർശനമായി തടയുകയാണ് ഈ പരിശോധനയുടെ പ്രധാന ലക്ഷ്യം. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ജില്ലാ കൺട്രോൾ റൂമിന് കീഴിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ടീമുകളെ രൂപീകരിച്ച് പരിശോധന നടത്തുന്നത് ആദ്യമായാണ്. ഇതിന്റെ ഭാഗമായി തലപ്പള്ളി താലൂക്കിൽ എക്സൈസിന്റെ പ്രത്യേക സ്ക്വാഡ് സജീവമായി കഴിഞ്ഞു. താലൂക്കിന് കീഴിലുള്ള വടക്കാഞ്ചേരി, ചേലക്കര, പഴയന്നൂർ തുടങ്ങിയ പ്രധാന മേഖലകളെല്ലാം ഈ സ്പെഷ്യൽ ടീമിന്റെ ശക്തമായ നിരീക്ഷണത്തിലാണ്. ഈ പ്രദേശങ്ങളിലേക്ക് ലഹരിയുടെ ഒഴുക്ക് തടയാനും ഡ്രൈ ഡേക്ക് പകരമായി വ്യാജമദ്യവും രാസലഹരിയും കരിഞ്ചന്തയിൽ വിൽക്കുന്നത് കണ്ടെത്താനും തടയാനും ഊർജിത ശ്രമങ്ങളാണ് നടത്തുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ കെമോ, കേരള എക്സൈസ് മൊബൈൽ യൂണിറ്റ് പോലുള്ള സാങ്കേതിക സംവിധാനങ്ങളുള്ള യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. ക്രിസ്മസ് തെരഞ്ഞെടുപ്പ് ഡ്രൈവിന്റെ ഭാഗമായി ആരംഭിച്ച ഈ പ്രത്യേക പരിശോധനകൾ ന്യൂ ഇയർ വരെ തുടരുമെന്ന് എക്സൈസ് വകുപ്പ് അറിയിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ന്യൂ ഇയർ, ക്രിസ്മസ് പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഡിസംബർ 1-ാം തീയതി മുതൽ ജനുവരി 5-ാം തീയതി വരെ സ്പെഷ്യൽ ഡ്രൈവായി ഉത്തരവായിട്ടുണ്ട്. ഈ കാലയളവിൽ മദ്യം, മയക്കുമരുന്ന് പോലെയുള്ളവയുടെ വ്യാപനം, ഉപയോഗം, വിപണനം എന്നിവ കൂടുവാൻ സാധ്യതയുണ്ട്. കൂടാതെ മദ്യം അംഗീകൃത സ്രോതസ്സുകളിൽ നിന്നല്ലാതെ ജനങ്ങളിൽ എത്തുന്ന ഒരു പ്രവണത ഈ കാലയളവിൽ കൂടി വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പഴയന്നൂർ റേഞ്ചിൻ്റെ പരിധിയിലെ പോലീസ്, ഫോറസ്റ്റ് പോലുള്ള വിവിധ വകുപ്പുകളുമായി ചേർന്ന് ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം നടത്തുന്നതിന്, കൂടാതെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടാൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധന, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, ചെക്ക് പോസ്റ്റ് കടന്നു വരുന്ന വാഹനങ്ങൾ, പച്ചക്കറി, മീൻ വണ്ടികൾ പോലുള്ള വാഹനങ്ങൾ എന്നിവ നല്ല രീതിയിൽ പരിശോധിക്കുന്നതിനും തീരുമാനിച്ചിട്ടുള്ളതാണ്. ന്യൂസ് ഡെസ്ക് CCV.